മെയ്ഡേ കോൾ എന്നാൽ എന്താണ്? അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ ബോയിംഗ് വിമാനം നിമിഷ നേരങ്ങൾക്കുള്ളിലാണ് തീക്കോളമായി മാറിയത്. തകർന്നു വീഴുന്നതിന് മുൻപ് വിമാനത്താവളത്തിൽ നിന്ന് ഒരു മെയ്ഡേ കോൾ വന്നിരുന്നു. ഇതിനുശേഷം ഏവിയേഷൻ കൺട്രോൾ സെന്ററിൽ നിന്ന് പൈലറ്റിനെ ബന്ധപ്പെടാൻ സാധിച്ചില്ല. തൊട്ടുപിന്നാലെ വിമാനം മേഘാനി നഗറിലെ കെട്ടിടങ്ങൾക്കടുത്ത് തകർന്നു വീണു. വലിയ സ്ഫോടന ശബ്ദത്തോടെയാണ് വിമാനം വീണതും തീക്കോളം ഉയർന്നതും. അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന ദുരന്ത സിഗ്നലാണ് മെയ്ഡേ കോൾ. വിമാനവും കപ്പലും ദുരന്തത്തിൽപ്പെടുമ്പോഴാണ് ഈ സന്ദേശം പുറപ്പെടുവിക്കാറ്. 1920കളിലാണ് ഈ പദം ആദ്യമായി ഉപയോഗിക്കപ്പെട്ടത്. ലണ്ടനിലെ ക്രോയ്ഡോൺ വിമാനത്താവളത്തിൽ റേഡിയോ ഓഫീസറായിരുന്ന ഫ്രെഡറിക് സ്റ്റാൻലി മോഫോർഡാണ് ആദ്യമായി ഈ പദം ഉപയോഗിച്ചത്. ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ് ഈ വാക്ക് ഉടലെടുത്തത്. എന്നെ സഹായിക്കൂ എന്ന അർത്ഥം വരുന്ന ഫ്രഞ്ച് വാക്കാണ് മെയ്ഡർ. ഇതാണ് പിന്നീട് മെയ്ഡേ കോളായി മാറിയത്. വൈമാനികർക്കും നാവികർക്കും വേഗത്തിൽ മനസ്സിലാക്കുന്നതിനാണ് ഇങ്ങനെയൊരു പദം ഉപയോഗിച്ചതത്രേ. പിന്നീട് 1923 പൈലറ്റുമാർക്കും നാവികർക്കുമുള്ള അന്താരാഷ്ട്ര റേഡിയോ ആശയവിനിമയത്തിന്റെ ഭാഗമായാണ് ഈ വാക്ക് മാറിയത്. 1927ലാണ് ഔദ്യോഗികമായി ഈ വാക്ക് അംഗീകരിക്കപ്പെട്ടത്. മെയ്ഡേ എന്ന് പൈലറ്റ് തുടർച്ചയായി 3 തവണ പറയുന്നുണ്ടെങ്കിൽ ജീവൻ അപകടത്തിലാണ് എന്നാണ് അർത്ഥം. അടിയന്തരമായി സഹായം ലഭ്യമാക്കണമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. മറ്റ് റേഡിയോ ട്രാഫിക്കുകളിലെല്ലാം ഈ വേളയിൽ പ്രവർത്തനം അവസാനിപ്പിക്കണം. എയർ ട്രാഫിക് കൺട്രോളർ മെയ്ഡേ കോളുകൾക്ക് ആദ്യ പരിഗണന നൽകണം. ഈ വേളയിൽ വിമാനം എവിടെയാണ്, എന്ത് പ്രശ്നമാണ് നേരിടുന്നത്, എത്ര പേർ വിമാനത്തിലുണ്ട്, എന്ത് സഹായമാണ് ആവശ്യം തുടങ്ങി എല്ലാ കാര്യങ്ങളിലും ഈ വേളയിൽ പൈലറ്റ് ATCക്ക് കൈമാറണം. ദ്രുതഗതിയിൽ സഹായ സംഘങ്ങൾ സംഭവ സ്ഥലത്തേക്ക് എത്താനുള്ള നടപടികൾ ഈ വേളയിൽ ATC സ്വീകരിക്കണം. അടിയന്തര സഹായം, എഞ്ചിൻ തകരാർ, തീപിടുത്തം, നിയന്ത്രണം നഷ്ടപ്പെടൽ എന്നീ ഘട്ടങ്ങൾ നേരിടുമ്പോഴാണ് സാധാരണ പൈലറ്റുമാർ മെയ്ഡേ കോൾ ഉപയോഗിക്കുക.